മാപ്രകളൊക്കെ തേഞ്ഞൊട്ടി എന്ന് പറയേണ്ടി വരും വിജയ്. കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട് ജീവിതത്തിൽ ഇന്ന് വരെ ഇത് പറയരുത് എന്ന് ആഗ്രഹിച്ച കാര്യം അവരുടെ വായിൽ നിന്ന് പറയേണ്ടി വരുന്നത്, അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരെ കാണാനായി എത്തി എന്നുള്ളത്. അത് പറയുമ്പോൾ സ്മൃതിക്ക് കുരുപൊട്ടിയല്ല മതം പൊട്ടുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നിയത്. കടിച്ചു പിടിച്ച് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചാണ് പറയുന്നത്, BJP ഓഫീസിലേക്ക് കന്യാസ്ത്രീകൾ എത്തി. എന്തോ അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ്. അതെ, അതുപോലെയാണ് നിൽക്കുന്നത് ഇപ്പൊ കണ്ടിട്ട്. അല്ല, കന്യാസ്ത്രീകൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, സ്മൃതിയുടെ കുരുപൊട്ടലും മതം പൊട്ടലും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോ എന്താണ് പിന്നെ വിജയ്ക്ക് തോന്നുന്നത് കന്യാസ്ത്രീകൾ BJP ഓഫീസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട്? ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ആയിട്ടുള്ള ഈ 2 കന്യാസ്ത്രീകൾ, അവരുടെ പേര് പ്രീത മേരിയും വന്ദന ഫ്രാൻസിസ്. സഹോദരൻ ബൈജുവിനോടൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ വന്നത്. അപ്പൊ എന്താ ചിരിച്ചത് ബൈജു? അല്ല, പ്രീത മേരി വന്ദന ഫ്രാൻസിസ് 2 ഇടിവെട്ടിന്റെ ഇടയ്ക്ക് ബൈജു എന്ന് കേട്ടോ. അല്ല, കന്യാസ്ത്രീ. അദ്ദേഹം പള്ളിയിൽ വെച്ചനായിരുന്നെങ്കിൽ നല്ലൊരു പേര് കിട്ടുമായിരുന്നു, മാർ ഗ്രിഗോറിയസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം സാധാരണക്കാരനായതുകൊണ്ടില്ല, അവർക്ക് നല്ല പേരുകൾ കൊടുത്തിട്ടുണ്ട്. പറയുമ്പോൾ ഒരു എടുപ്പ് വേണ്ടേ. സിസ്റ്റർ പ്രീത മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. അപ്പൊ ബൈജു അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പം ഇവരെ കാണാൻ വന്നു, നന്ദി പറയുന്നു. അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ജാമ്യം ലഭിക്കുന്നതിനായിട്ട് ആരൊക്കെ പരിശ്രമിച്ചു എന്ന് നല്ല ബോധ്യമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷനോട് ഇദ്ദേഹം ബൈജു പറഞ്ഞു. അതായത് നമുക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. മിണ്ടാതിരി വാഗത്ത് ഇരി എന്നുള്ളൊരു ഡയലോഗാണ്. അതായത് ഇവിടെ കുറേമാര് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റഹീം, പിന്നെ ഇവരുടെ പ്രകാശ് കാരാട്ടിന്റെ അതെ വൃന്ദ കാരാട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ പോയി. അവിടെ റഹ്മി അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഇങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയൂടെ, ഹിന്ദി അറിയൂടെ. അപ്പൊ വൃന്ദ കാരാട്ട് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പോയതാ ഇന്ന് വരെ തറയിലിറങ്ങിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുനിൽകുമാറിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഐ ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു. നമ്മുടെ ജവ ഉണ്ടല്ലോ, നമ്മളെ ഈ പഞ്ചാബി ഹൗസിലെ ദിലീപ് പറയുന്ന പോലെ ജവ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പറയും. ഏത് ഭാഷയിൽ ചെന്നാണ് ഇവിടുത്തെ ആവശ്യങ്ങൾ ഇദ്ദേഹം അവിടെ ചെന്ന് അറിയിക്കുക? ഏത് ഭാഷയിൽ? ഹിന്ദിയിൽ അറിയില്ല, ഇംഗ്ലീഷിൽ അറിയില്ല. മലയാളത്തിൽ നമുക്ക് ആവശ്യങ്ങൾ മലയാളത്തിൽ അറിയിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആവശ്യം ഒരു MP കൗണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ചെയ്ത് സംസാരിക്കുകയാണ്. അത് അങ്ങനെ മതി. ഇത് ഏത് ഭാഷയിൽ? അല്ലേ, അവർക്ക് ഭാഷയുടെ ആവശ്യമില്ല. ഇരട്ടച്ചങ്ങൻ പിണറായിയാണ് ഭരിക്കുന്നത്, എല്ലാം സോൾവ് ആവും. അപ്പൊ എന്തായാലും ഈ നമ്മുടെ സിസ്റ്റർമാരെ അവിടെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. ജാമ്യം നിഷേധിച്ച കേസാണ് ഈ കേസ്. കോടതിയുടെ വഴിക്കാണ് വിടേണ്ടിയിരുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയണമല്ലോ. അപ്പം അതായത് നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയണം. അത് കോടതിയിലേ തെളിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു ഇത്ര പെട്ടെന്ന് പോയി ഇടപെട്ട് ഇത് ഇവിടെ ചെയ്യേണ്ട കാര്യം, കാരണം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് സീറോ മലബാർ സഭയുടെ ഇതാണ്. അതൊരു പെന്തക്കോസ്റ്റ് ആയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇത്രയ്ക്ക് ആവേശം കാണിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഇത് കേരളത്തിൽ വലിയൊരു വിഷയമാകുന്നതും അതുകൊണ്ടാണല്ലോ. സർവ്വ മലബാർ സഭ ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയമാകുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് BJP എന്നൊരു പാർട്ടിയുടെ ഉദ്ഭവം ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായി, ദേശീയ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് അതൊരു മതപ്രീണന പാർട്ടിയായിട്ട് മാറുന്നതാണ്. അതായത് മതങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട്, വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പാർട്ടി, ആശയത്തിൽ വെള്ളം കലർത്തുന്ന, ആദർശത്തിൽ വെള്ളം കലർത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയപ്പോഴാണ് BJP വരുന്നത്. BJP ഒരു വിധത്തിലും അങ്ങനെ ഒരു വെള്ളം കലർത്തില്ല എന്ന് ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്. അവരെന്താണോ അവരുടെ നിലപാട്, എന്താണോ അവരുടെ ആശയം, അതിൽ ഇതുവരെ വെള്ളം കലർത്തിയിട്ടില്ല. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു, അത് ചെയ്തു. നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വാദങ്ങളാണ്. പക്ഷെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന് പറഞ്ഞു, റദ്ദാക്കി. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. വഖഫ് ഭേദഗതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അത് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സർക്കാരാണ്. അപ്പം ഇവിടെ കേരളത്തിലെ ഇവരൊരു വോട്ട് ബാങ്ക് ആണെന്ന് രാജീവ് ചന്ദ്രശേഖരന് നന്നായിട്ടറിയാം. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സുരേന്ദ്രന്റെ കീഴിലുണ്ടായിരുന്ന BJP ഒരു വർഗീയ മുഖം ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുക. ഇതൊക്കെയാണ് കേരളത്തിലെ വലിയ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടുവന്നത്. ഇത് കണ്ടത് എല്ലാ പ്രശ്നങ്ങളും, ഹിന്ദുക്കളുടെ പ്രശ്നമൊക്കെ തീരും കേരളത്തിൽ ഇതായിരുന്നു.
അപ്പൊ അവിടെ നിന്ന് മാറിയിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ പറഞ്ഞൊരു നിലപാടെന്ന് പറഞ്ഞാൽ വികസനമാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്ന വാർത്ത എനിക്ക് തോന്നുന്നു 1-2 മാധ്യമങ്ങൾ ജസ്റ്റ് ഒരു സൂചന കൊടുത്തതിന് ശേഷം ഞങ്ങളാണ് അത് ആദ്യമായി, മീഡിയ മലയാളമാണ് ആദ്യമായി ഇത് ബ്രേക്ക് ചെയ്തത്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഗൗതമാണ്, ഇവിടെ നിന്ന് പോയ ഗൗതമാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാനും ഗൗതവും ഈ വാർത്ത ചെയ്തപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ ഒരാൾ വന്ന് പറഞ്ഞു, ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ല, ഞാൻ എഴുതിത്തരാം, സുരേന്ദ്രൻ തന്നെ ആ പദവി താങ്ങും. കാരണം സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് മറ്റേ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഗ്രൂപ്പിസം കൊണ്ടുവന്ന് പാർട്ടിക്കകത്ത് ഇല്ലാത്ത പറച്ചിലും ചോർത്തലും ഒക്കെ നടത്തി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേന്ദ്രം തന്നെ ആലോചിച്ച് തുടങ്ങുന്നുണ്ട് കേരളം എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇല്ല ഞാൻ 100% പറയുകയാണ്, 5 കാരണങ്ങളൊക്കെ നിരത്തുകയാണ്, അതോട് ഞങ്ങളിട്ട തമ്പ് മാറ്റണം, സുരേന്ദ്രനെ പൊക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞങ്ങൾ തമ്പും മാറ്റിയില്ല, ഒന്നും മാറ്റില്ല. 3-ാമത്തെ ദിവസം അറിയുന്നു രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പോൾ സുരേന്ദ്രൻ വന്നാലും രാജീവ് ചന്ദ്രശേഖരൻ വന്നാലും നമ്മളെ സംബന്ധിച്ച്, മീഡിയക്കാരെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അവരവരുടെ പാർട്ടി വളർത്തുക എന്നതുള്ള അവരവരുടെ ഉദ്ദേശമാണ്, നമ്മുടെ ചാനൽ വളർത്തുക എന്നുള്ളത് നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. അവിടെ മാധ്യമപ്രവർത്തകർ റോളൊന്നുമില്ല. സുരേന്ദ്രൻ വന്നാലും മാധ്യമപ്രവർത്തകർക്ക് ഓണമല്ല, രാജീവ് ചന്ദ്രശേഖർ വന്നാലും മാധ്യമപ്രവർത്തകർക്ക് ഓണമല്ല. പക്ഷെ ഇവിടെ വിജയിയുടെ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. വിജയ്ക്ക് പറയാനുള്ള പറഞ്ഞു തീർത്തിട്ട് ഞാൻ പറയാം എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് കേരളത്തിലെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി, സുരേഷ് ഗോപിയുടെയും മറ്റും കാര്യത്തിൽ അവർക്കത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ ഈ ഒരു നിലപാടിൽ വെള്ളം ചേർക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പോയിട്ട് ഇവിടെ ഈ പറയുന്ന എന്താണ് കന്യാസ്ത്രീകളെ മുക്തരാക്കാൻ, ജയിലിൽ നിന്ന് മുക്തരാക്കാൻ ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. കാരണം ഇത് അതിൻ്റെ കേസ്, കാരണം നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത് ഈ ഛത്തീസ്ഗഡിലെ ഒരു നിയമമാണ്. 1967 തോന്നുന്നു ആദ്യമായിട്ട് ബില്ല് പാസ്സായത്, 2006 അമെൻമെന്റ് ചെയ്തു. ഈ ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കും. ഇതിൽ ഈ പല മാധ്യമങ്ങളിലും വന്നത് പലതരത്തിലുള്ള വാർത്തകളായിരുന്നു. അതായത് ഇവർ പ്രായപൂർത്തിയായ കുട്ടികളാണെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. ഇവർ ഹിന്ദു നാമമുള്ള കുട്ടികളാണ്, അല്ല ക്രിസ്ത്യൻ നാമമുള്ള കുട്ടികളാണെന്ന് പറയുന്നു. ഇവർ ആദിവാസികളാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു. ഇവർ മാതാപിതാക്കളുടെ അറിവോടെയാണെന്ന് പറയുന്നു, അല്ലെന്ന്. അങ്ങനെ പല മാധ്യമം. അപ്പോൾ ഇതെന്താണെന്നുള്ളൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ഇത് കോടതിയിൽ പോകണമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ജാമ്യത്തിൽ ഇറക്കി, ഇതിപ്പോൾ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്, ജയിൽ മുക്തമാക്കിക്കൊണ്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ദിലീപൊക്കെ ഇറങ്ങി നടക്കുന്ന പോലെ ജാമ്യമാണ്. അപ്പം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിന് സത്യാവസ്ഥ അറിയണ്ടേ. അപ്പോൾ ഇവിടെ അത് നിലപാടിൽ വെള്ളം ചേർത്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വിജയുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, BJP സംബന്ധിച്ചിടത്തോളം BJP കേരളത്തിൽ പച്ച പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. BJPക്ക് ഒരു നിലനിൽപ്പ് ആവശ്യമാണ്. ഒരു കേന്ദ്രമന്ത്രിയെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അത് മുഴുവൻ BJPയെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. അവിടെ ക്രിസ്ത്യൻ സഭയ്ക്കും അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങൾക്കുമൊക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കളി ഇറക്കിയത്. അതായത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ BJPക്ക് രക്ഷയുള്ളൂ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ഏത് കാര്യത്തിനും തങ്ങൾ മുന്നിൽ നിർത്തണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. അതിപ്പോൾ നിലപാടിൽ വെള്ളം ചേർത്താലും ഇല്ലെങ്കിലും താമര കിടക്കുന്ന വെള്ളത്തിലാണല്ലോ. ഇപ്പോൾ ഒരു നല്ല മഴ പെയ്താൽ ചിലപ്പോൾ അതിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം കയറും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും വിജയിച്ചു പോകണം. അതിന് സിറോ മലബാർ സഭ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിയാൽ മാത്രമേ കരകയറാൻ പറ്റൂ എന്നുള്ള ദീർഘവീക്ഷണം കൂടിയാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ നടന്നത് എന്നുള്ളത്. വിജയ് പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം കുറ്റമായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിൽ കൃത്യമായ നിലപാടെടുക്കണം, അതിൽ അന്വേഷണം നടത്തണം. അത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കുവാനുള്ള മുൻകരുതലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ, അവസാനമായിട്ട് പറയുന്നത്, നിലപാടിൽ വെള്ളം ചേർത്തു എന്ന് ഞാൻ പറയുന്ന ഒരു വിള്ളലാണ്. ഇപ്പൊ ഈ പാർട്ടിയിൽ വീണ ഒരു വിള്ളലാണ്. ഈ വിള്ളൽ വ്യാപിക്കാൻ ഇടയായി കഴിഞ്ഞാൽ CPM-നും കോൺഗ്രസിനും എന്താണോ പറഞ്ഞത്, മതവിഭാഗക്കാർ പറയുന്ന തിട്ടൂരം പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ BJPക്ക് ഭാവിയിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളായിട്ട് മാത്രം നിൽക്കട്ടെ എന്ന് മാത്രം പറയാം.